ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് ഈ രണ്ട് വശവും കട്ട് ചെയ്തൊന്ന് കൊടുക്കണം, ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ. ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഈ ഭാഗമാണ് വേണ്ടത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ പീസായിട്ട് മുറിക്കണം. ഇത്രയുള്ള പീസുകളാണ് വേണ്ടത്. ഇത് ഇനി റൗണ്ട് ഷേപ്പിലാക്കണം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരികെ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഇതള് പോലെ ഷേപ്പിൽ വെട്ടണം, ഇതേപോലെ. ഫ്ലവറിൻ്റെ ആകൃതിയിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ലൈറ്ററാണ്. ലൈറ്റർ വീഡിയോയിൽ കാണുന്ന പോലെ കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഫ്ലവറിൻ്റെ ശരിക്കുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം എന്നേ ഉള്ളൂ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ കിട്ടും. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിളിൽ ഫ്ലവർ വൈസിൽ പൂക്കളായിട്ട് വയ്ക്കാൻ അടിപൊളിയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലോറൽ കമ്പി ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ലൈറ്റർ വെച്ച് അതിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചൊന്ന് മുകളിൽ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു മുത്ത് മേളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പൂക്കൾ ഉണ്ടാക്കാം നമുക്ക് ഇത് വെച്ച്. ഇനി ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായില്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാം നമുക്ക്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.